പള്ളി പണിതാൽ സ്വർഗത്തിൽ ഒരു വീട് കിട്ടും. സ്വഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മൻ ബനാ ലില്ലാഹി ബൈതൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരെങ്കിലും ഒരാൾ അല്ലാഹുവിന് വേണ്ടി ഒരു പള്ളി പണിതാൽ അയാൾക്ക് സ്വർഗത്തിൽ അല്ലാഹു തആല ഒരു വീട് നൽകും. അത് ഒരു ചെറിയ കുരുവിക്കൂടിന്റെ അത്രയുമാണെങ്കിലും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കമഫ്ഹസി ഖഫാത്തിൻ, ചെറിയ ഒരു കുരുവിയുടെ കൂടിന്റെ അത്രയാണെങ്കിലും ശരി, വലൗ ബിലബിനത്തിൻ, വേറെ ഒരു നിവേദനത്തിൽ കാണാം, അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു വീട് ലഭിക്കും. അതാണ് അറബികൾ ഈ ഹദീസിൽ വളരെ പ്രതീക്ഷ വെക്കുന്നവരാണ്. നമ്മുടെ നാട്ടിലൊക്കെ അറബികൾ വെച്ച കുറെ പള്ളികളുണ്ട്. നമ്മൾ വിചാരിക്കും അവർ വലിയ കോടിപതികളാണ്. യഥാർത്ഥത്തിൽ വളരെ പാവപ്പെട്ട അറബികളാണ് ചെറിയ ചെറിയ പള്ളികൾക്ക് വേണ്ടി പലപ്പോഴും സഹായിക്കുന്നത്. അവരുടെ പണി എന്താ? അവർക്കൊരു ജോലി കിട്ടിയാൽ അന്ന് മുതൽ അവർ ചെറിയൊരു വിഹിതം മാറ്റിവെക്കും. എനിക്ക് സ്വർഗത്തിലേക്കൊരു വീട് പണിയണം, സ്വർഗത്തിലേക്കൊരു വീട് പണിയണം. അങ്ങനെ അവർ ചെറിയ സംഖ്യ വീതം മാറ്റി മാറ്റി വെക്കും. അത് ചിലപ്പോ 1,00,000 റിയാലായി, 1,00,000 ദിർഹമായി, അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ വലിയ സംഖ്യയായി മാറിയാൽ ഇന്ത്യക്കാരോട് ചോദിക്കുകയല്ല, നിങ്ങൾ അവിടെയെങ്കിലും വല്ല പള്ളി വേണോ? കണ്ടിട്ടില്ലാത്ത നാട്, ഏതോ നാട്ടിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നയാൾ അയാളോട് ചോദിക്കും, ഈ ഒരു ബജറ്റിൽ എന്റെ നാട്ടിൽ ഒരു പള്ളി ഉണ്ടാക്കാൻ കഴിയില്ല, നിങ്ങളുടെ നാട്ടിലെങ്ങാനും പള്ളി ആവശ്യമുള്ള സ്ഥലമുണ്ടോ? അതെ, ഞങ്ങളുടെ ഗ്രാമത്തിൽ വേണം. എന്നാൽ ഇതാ വെച്ചുകൊള്ളൂ, എന്റെ ഈ 1,00,000 റിയാല് അല്ലെങ്കിൽ 2,00,000 റിയാല്, ഇതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ഒരു പള്ളി ഉണ്ടാക്കണം. ആ പള്ളി കാണണമെന്നും അവർക്കില്ല. അവര് നാളത്തേക്ക് വേണ്ടി ഒരു വീട് വെച്ചു. ചിലപ്പോ ഈ വാങ്ങിക്കൊണ്ടുവരുന്ന മലയാളി ഈ അറബിയേക്കാൾ വലിയ സമ്പന്നനായിരിക്കും. അങ്ങനെ ഒരു മനസ്സ് ഈ മലയാളിക്കുണ്ടായില്ല. നാളത്തേക്ക് വേണ്ടി അള്ളാഹുവിന്റെ വീട്ടിൽ ഒരു സ്വർഗത്തിൽ ഒരു വീട് കിട്ടാൻ ഒരു പള്ളി ഉണ്ടാക്കാനുള്ള മനസ്സുണ്ടായില്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് വളരെ കുറവാണ്. മാനം മുട്ടുന്ന കൊട്ടാരങ്ങൾ പണിയുമ്പോഴും അതാ സുജൂദ് ചെയ്യാൻ ഇടമില്ലാതെ ഒരുപാട് ആളുകൾ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വിഷം അനുഭവിക്കുന്നുണ്ട്. ഒരു പള്ളി ഉണ്ടാക്കാനുള്ള മനസ്സ് നമ്മുടെ നാട്ടിലെ സമ്പന്നരുടെ മനസ്സിൽ വരുന്നില്ല. വളരെ കുറഞ്ഞ ആളുകൾക്ക് അത്തരമുള്ള നല്ല വിചാരങ്ങളുള്ളൂ. ഞങ്ങൾ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ബീഹാറിലെ പാറ്റ്നയിലും കൽക്കട്ടയിലും ബാർസോയിലും വെസ്റ്റ് ബംഗാളിലെ മാജിഗണ്ടയിലും എല്ലാം പാവപ്പെട്ട മുസ്ലിമീങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പോയി. പല സ്ഥലത്തും ചെല്ലുമ്പോൾ വളരെ ദാരിദ്ര്യമുള്ള ആളുകൾ താമസിക്കാൻ നല്ല ഒരു വീട് ഞങ്ങൾക്ക് തരപ്പെടുത്തി തരാൻ പോലുമില്ലാത്ത ഗ്രാമങ്ങൾ, കറണ്ടും വെളിച്ചവും വെള്ളവും എത്താത്ത പ്രദേശങ്ങൾ, ഇതെല്ലാം വെസ്റ്റ് ബംഗാളിലുണ്ട്, ബീഹാറിലുണ്ട്. അങ്ങനെ ഞങ്ങൾ നയാപോള നൈസർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ അവിടെ പാടത്തിന്റെ വരമ്പിൽ ചളിയടിച്ചു നിരത്തിയിട്ടൊരു പനമ്പെടുത്ത് മിഹ്റാബാക്കിയിട്ട് ആളുകൾ ജുമുഅ നിസ്കരിക്കുന്നത് വരെ ആ പാടത്തിന്റെ വരമ്പത്താണ്. ഒരു പള്ളി ഉണ്ടാക്കാനുള്ള സാഹചര്യമില്ല. 10 ലക്ഷം രൂപയുണ്ടായാൽ നല്ല ഒരു പള്ളി അവിടെ ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ അത് കൊടുക്കാൻ പറ്റുന്നവർ ആ നാട്ടിലില്ല. അവരാ പാടത്താണ് നിസ്കരിക്കുന്നത്. ഞങ്ങൾ ചില നല്ല മനുഷ്യന്മാരുടെ സഹായത്തോടെ അവിടെ ഉണ്ടാക്കിയ ഒരു പള്ളിയുടെ ഉദ്ഘാടനത്തിന് പോയതാണ്. 7 ഗ്രാമങ്ങളിൽ ഞങ്ങളെ കൊണ്ടുപോയി പള്ളി ആവശ്യമുള്ള സ്ഥലങ്ങൾ കാണിച്ചു തന്നു. അവിടെയെല്ലാം അനിവാര്യമായ സ്ഥലങ്ങളാണ്. 5 ലക്ഷമോ 10 ലക്ഷമോ ഉണ്ടായാൽ ഇങ്ങനെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഉസ്താദ്, അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ ഒരു സ്പോൺസറെ കിട്ടിയിട്ട് ഇപ്പോൾ അവിടെ പണി നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, പാടത്തിന്റെ വരമ്പത്തൊരു പള്ളിയുടെ പണി 2 ആഴ്ച മുമ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഇതുപോലെ എത്രയോ നാടുകളാണ്. തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ, കർണാടകയിലേക്ക് ചെന്നാൽ, ഇതുപോലെ ഇന്ത്യയുടെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ചെന്നാൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഗ്രാമങ്ങളിൽ ഒരു ചെറിയ മുസല്ല സംവിധാനം പോലും ചെയ്യാൻ കഴിയാത്ത സ്ഥലങ്ങളുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ നാളത്തേക്കൊരു വീട് പണിയാൻ മനസ്സുള്ളവർ വളരെ കുറഞ്ഞുപോയി.
നമ്മൾ നമ്മുടെ വീടിന്റെ മോടി പിടിപ്പിക്കുകയാണ്. അംവാലുനാലിദവിൽ മീറാസി നജ്മഉഹാ വദൂറുനാ ലിഖറാബിദ്ദഹരി നബ്നീഹാ. നമ്മളിതാ നമ്മുടെ വീടുകളിൽ വലിയ രമ്യകർമ്മങ്ങളാക്കുകയാണ്. അത് നിങ്ങൾ കാലം നശിപ്പിച്ചു കളയാനുള്ള വീടാണ്. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഅമൽ ലിദാരിൻ ഗദൻ, അതുകൊണ്ട് നാളത്തെ ഒരു വീടിന് വേണ്ടി നീ കർമ്മം ചെയ്തോ. ആ വീടിന്റെ പ്രത്യേകത എന്താണ്? റിളവാനു ഖാസിനുഹാ, ആ വീടിന്റെ കാവൽക്കാരൻ റിളവാൻ അലൈഹിസ്സലാമാണ്. വൽ ജാറു അഹ്മദു റഹ്മാനു നശീഹാ, അവിടെ അയൽവാസിയായുള്ളത് ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മാത്രമല്ല റിളവാൻ അലൈഹിസ്സലാം കാവൽ നിൽക്കുന്ന വീടാണ്. ആ വീടിന് വേണ്ടി ഒന്ന് സൽക്കർമ്മം ചെയ്യണേ മോനെ.